നാമം ഇപ്പോൾ വാങ്ങിക്കൊടുക്കുന്നവരുടെ ഷെയറിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന സ്തുതിക്കുന്നു. മറ്റവരുടെ ദാസൻ മറ്റേ സഭാശിഷ്യന്മാർ എല്ലാവരെയും അതുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും ബന്ധങ്ങൾ പ്രാപിക്കുകയും എല്ലാ ഏൽപ്പക്കാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ മരണത്തിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇഷ്ടം എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീർ വന്നുവെങ്കിൽ അത് അമ്മയുടെ കൂടെയുള്ള സന്ദർഭങ്ങൾ, അമ്മയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച സ്നേഹവും ആ കരുതലുകളും ഒക്കെ ഓർത്താണ് എനിക്ക് സന്തോഷമുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് എനിക്ക് കടന്നുവരുന്നതിൻ്റെ ഞങ്ങളുടെ മൂത്ത ബ്രദറിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ആ സമയത്ത് മാധവനെ വന്ന് കാണുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ വന്ന സമയത്ത് എന്നെ അറിയില്ലായിരുന്നു. എന്നാണ് പോകുന്ന ആ ദിവസവും അതിലെ തലേ ദിവസവും സംസാരിക്കാനും അറിയുവാനും ഒക്കെ ഇടയാക്കി. ഞാനത് വീഡിയോയിൽ പകർത്തുവാനായിട്ട് ഇടയായിട്ടു. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്, പ്രാർത്ഥിച്ച് ഞാൻ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനു മുൻപ് ആരെയും അറിയാതിരുന്ന ഒരു സിറ്റുവേഷനിൽ താന് ഒരു യാത്രയപ്പിന്റെ പ്രാർത്ഥന എല്ലാവരും കേൾക്കുവാനിടയായി തോന്നുന്നു. ഒരു യാത്രയപ്പിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് എന്നെ അയക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു. അത് ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആ സന്ദർഭത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തോന്നുന്നു. ദൈവമേ, ഈ രീതിയിൽ കിടന്ന് കഷ്ടപ്പെടുവാൻ നീ അനുവദിക്കരുത്. ദൈവത്തെ സേവിച്ച ഒരു ദൈവത്തിന്റെ ദാസിയാണ്, അതുകൊണ്ട് തന്നെ മാനിക്കണം. ഈ രീതിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്കും തനിക്കും ഭാരമായി തീരുവാൻ കർത്താവ് അനുവദിക്കുന്ന ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിപ്പാനിടയായി തോന്നുന്നു. സ്തോത്രം. ഒരു മാതാവിന്റെ വേർപാട് ഒരു വിധത്തിലും സഹിക്കുവാൻ കഴിയാത്ത ഒന്നാണ്. എന്നാൽ നമുക്കൊരു പ്രത്യാശയുള്ളത്, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ മറന്ന് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിത്യജീവൻ കർത്താവ് ഒരുക്കിയിട്ടുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. ഈ ലോകത്തിലെ കഷ്ടങ്ങളെ ഒക്കെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനിയും തനിക്ക് അനുഭവിക്കേണ്ടി വരികയില്ല. ഒരു പ്രൊമോഷൻ തനിക്ക് ലഭിച്ചിരിക്കുകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് അനേക വിഷയങ്ങൾ ഇവിടെ തുടങ്ങണം, ഇവിടെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് അറിയാത്ത രീതിയിൽ പറയുവാൻ എനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തന്റെ ഞാൻ കഥാദാസനോട് ഓർപ്പിച്ചതുപോലെ ഒരു പരാതി തന്നിൽ നിന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്നോടായാലും മറ്റാരോടായാലും ഒരു പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത്രയ്ക്ക് കറേജ് ഒരു ലൈഫായിരുന്നു തന്റെ എന്നുള്ളത് ഞാൻ ഈ സമയത്ത് അഭിമാനിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. മറ്റുള്ളവരെ ആശ്വസിക്കുവാനും മറ്റുള്ളവരെ ആത്മീയമായി ഉത്തേജിപ്പിക്കാനും ഒക്കെ വളരെയധികം താൻ ഉത്സാഹിച്ചിരുന്നു എന്നുള്ളത് എന്നെ വളരെയധികം ഈ സമയം സന്തോഷിപ്പിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു സ്തോത്രം, ഈ ലോകത്തിൽ എന്തെങ്കിലും നമുക്ക് സേവിങ് ഉണ്ട്. ആ പേഴ്സൺ, അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സേവിങ് ഉണ്ടെന്ന് പറയുവാൻ തന്റെ ബാങ്കിൽ കിടക്കുന്ന പൈസയല്ല. സ്തോത്രം. തന്റെ സേവിങ് എന്ന് പറയുന്നത് താൻ ഇവിടെ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചത് മാത്രം, ദൈവത്തിന് വേണ്ടി കൊടുത്തത്, ദൈവത്തിന് വേണ്ടി ജീവിച്ചത് ഒക്കെയാണ് തന്റെ ബാങ്ക് ബാലൻസ് ഇപ്പോഴുള്ളത്. സ്തോത്രം. അതെപ്പോഴും തുരുമ്പെടുക്കാത്ത നല്ലൊരു സ്ഥലത്ത് നിന്ന് നിക്ഷേപിച്ചിരിക്കുകയാണ്. അത് തന്നെ അനുഭവിക്കാനായി കടന്നുപോയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ സമയത്ത് ദുഃഖമില്ല. എന്നാൽ തന്നിൽ കൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ കഷ്ടതയിൽ കൂടെ തുടങ്ങിയ ഒരു ജീവിതമായിരുന്നു തന്റേതെന്ന് പലർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ 6 മക്കളാണ്. 6 മക്കളെ മാത്രമല്ല താൻ വളർത്തിയത്, തന്റെ താഴെയുള്ള ഈ പച്ചകൻ ഓർപ്പിച്ചതുപോലെ തന്റെ താഴെയുള്ള സഹോദരങ്ങളെല്ലാം താനാണ് വളർത്തുവാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് 4ാം ക്ലാസ് വരെ താൻ പഠിച്ചതിന് ശേഷം വീട്ടുജോലികളായിരുന്നു തനിക്കുണ്ടായിരുന്നതെന്നാണ് എനിക്ക് കേൾക്കാൻ. അന്നത്തെ കാലത്തൊക്കെ കൃഷിയൊക്കെയുള്ള സമയമാണല്ലോ. അന്ന് അങ്ങനെയാണ് എനിക്ക് കേൾക്കാനിടയായി തീർന്നിട്ടുള്ളത്. അത്രയ്ക്ക് ദൈവാത്മാർത്ഥതയോടുകൂടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത ഈ മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഞങ്ങളെ പ്രത്യേക സംബന്ധിച്ച് ഓർപ്പിച്ചതുപോലെ ഞങ്ങളെ വിശ്വാസത്തിൽ കടന്നു വരുവാൻ കാര്യം ഞങ്ങളുടെ മൂത്ത അമ്മാച്ചൻ
ആണ് താൻ ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരാനിടയായിരുന്നു. ഇവിടെ സ്തോത്രം ഇനിയും വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ. പ്രിയ അച്ചാച്ചന് ഒരു മൊത്തമായ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അവിടെ നിന്ന് താൻ സുവിശേഷം കേട്ട് തനിയെ വെളിയിൽ വരുവാനിടയായി തീർന്നു. സുവിശേഷം കേട്ട് തന്നെ വേറെ സ്കൂളിലേക്ക് പോകുവാനിടയായി തീർന്നു. അവിടെ പഠിച്ചതിന് ശേഷം വളരെ പ്രതികൂലങ്ങൾ തന്നെ ഭവനത്തിൽ നിന്ന് അനുഭവിക്കാനിടയായി തീർന്നു. എന്നാൽ മടങ്ങി വന്ന സമയത്ത് ഒരു 5 വർഷത്തിന് ശേഷം മടങ്ങി വന്ന സമയത്ത് താനും തന്റെ മാതാവും പിതാവും ഒരുമിച്ച് ഞാനും നിന്റെ ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങുന്നുവെന്ന് പറഞ്ഞിറങ്ങുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ആ വീട്ടിൽ നടിച്ചിറങ്ങിയെങ്കിൽ ആ മാതാവും പിതാവും ആ ദൈവത്തെ സേവിക്കാനായി ഇടയായി തീർന്നു. ഞാനെന്റെ സഭയിൽ പലപ്പോഴും ഈ സാക്ഷ്യം പറയാറുണ്ട്. ആ ഒരൊറ്റയാൾ മുഖാന്തരം അനേക കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് എണ്ണപ്പെടുവാൻ കഴിയാത്ത നിലയിലുള്ള കുടുംബങ്ങൾ ദൈവത്തിന് സ്തോത്രം വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്നുള്ളത്, കടന്നു വന്നിട്ടുണ്ടെന്നുള്ളത് വളരെ അധികം സന്തോഷമുള്ളതാണ്. ഒരു സ്തോത്രം. അതിനുശേഷം ലീലോമയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇവിടെ നിന്ന് ആദ്യമായി വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. തന്നെ ദൈവം അതിനടുത്ത് ഉപയോഗിച്ചു. പ്രത്യേകിച്ച് സമിച്ചാൻ ഇവിടെ കടന്നു വന്ന് സൃഷ്ടിപ്പാൻ കർത്താവിടെയാക്കി. ആദ്യ ലീലോമയാണ് ആദ്യത്തെ ആഴ്ച പോകുന്നത്. രണ്ടാമത്തെ ആഴ്ച കൂടി ഞങ്ങൾ സന്ദർഭങ്ങളിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ കുഞ്ഞുങ്ങൾ. അതിനുശേഷം അമ്മ ചില ആഴ്ചകൾക്ക് ശേഷം പറഞ്ഞു, മോളെ ഞാനും നിന്റെ കൂടെ വരികയാണ്. അതിനുശേഷം ചില ആഴ്ചകൾക്ക് ശേഷം പിതാവും പറഞ്ഞു, ഞാനും നിങ്ങളുടെ കൂടെ വരികയാണ്. സ്തോത്രം. കുടുംബമായ ദൈവത്തെ സേവിപ്പാൻ ഞങ്ങൾക്കിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സകല നന്മകളും ഈ മാതാവിന്റെ പ്രാർത്ഥനയൊന്നും മുഖാന്തരമാണ്. ഞങ്ങൾ ദൈവത്തിൽ ഇറങ്ങി തിരിച്ചത് മുഖാന്തരമാണെന്നുള്ളതിൽ പറയുന്നതിൽ ഇന്ന് അതുപോലെ കാലം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വളരെ നിങ്ങൾക്കൊക്കെ അറിയാം, ഇവിടെ ഒരു കുടിലാണ് എന്റെ ഓർമ്മയിലൂടെ ഉണ്ടായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനുശേഷം മനോഹരമായ ഭവനം പണിയുവാനും സ്തോത്രം ദൈവം മക്കളുടെ നന്മകൾ അനുഭവിക്കാനൊക്കെ കർത്താവ് തന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ സമയമെല്ലാം ദൈവിക നന്മകൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക മാതാവിനെ സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് ദൈവമേ, ഞങ്ങൾ രണ്ടും ഞാനും ജ്യേഷ്ഠനും ഇവിടെ ഇല്ലല്ലോ, ഞങ്ങൾ എവിടെയാണ് ഈ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ ആരുവരെ നോക്കുമെന്ന് ഞാൻ പലപ്പോഴും ഓർത്ത് ഭാരപ്പെടുവാനിടയായിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ദൈവിക നടത്തിപ്പ് പോലെ ഞാൻ അവിടെ നിന്ന് ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടേക്ക് എക്സെപ്റ്റിൽ കടന്നു വരുവാനും തന്നെ ഇവിടെ കടന്നു വന്ന് സെറ്റിൽ ചെയ്യുവാനും മാതാവിനെയും പിതാവിനെയും ശുശ്രൂഷിക്കാൻ എനിക്ക് കൊടുത്ത ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭൗമിക നന്മകൾക്കും താനും മുഖാന്തരമാണ് കർത്താവ് തന്നെ എടുത്ത് ഉപയോഗിക്കാനിടയായി തീർന്നു. തീർച്ചയായും ദൈവസന്നിധിയിൽ അതിന്റെ പ്രതിഫലം ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകം മാതാവിനെയും അവസാന സമയങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടുകൂടെ ശുശ്രൂഷിക്കാൻ കർത്താവ് തനിക്ക് ഭാഗ്യമൊരുക്കി. അവരുടെ രണ്ടുപേരുടെയും മരണത്തിൽ തനിക്ക് മൂവ്മെന്റ് തന്റെ ജീവിതത്തിൽ കാണുവാൻ ഭാഗ്യമൊരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഞങ്ങൾ കുടുംബമായി ദൈവത്തെ സേവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തുടർന്ന് ദൈവം സാധിപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാകയാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളെ സഹോദരങ്ങളെയും ഞങ്ങളുടെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് സ്ഥലങ്ങളിൽ സഹോദരങ്ങൾ വിളിപ്പാനിടയായിത്തീർന്നവരുടെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർക്കൊന്നും സംബന്ധിക്കാനായിട്ട് ചിലർക്ക് ഇടയായി തീർന്നിട്ടില്ല. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്ന ശുശ്രൂഷയിൽ സഹകരിച്ച ദാസന്മാർ, പ്രത്യേകിച്ച് കുശാന് ബന്ധുപുത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ അയൽപക്കത്തുള്ളവർ, ഞങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യട്ടെ. ഒരു സ്തോത്രം. ഞാൻ അവരുടെ കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നത് താൻ എപ്പോഴും പറയുമായിരുന്നു, മകളെ നിന്നെ ദൈവസഭയിൽ ഞാൻ പ്രതിഷ്ഠിച്ചതാണ്. നിന്നെ ഞങ്ങൾ ദൈവാഞ്ചലിക്കലായിരുന്നു. ഞാൻ മാമോദിസ മുഖിയിട്ടില്ല, നിന്നെ മാത്രമേ ഉള്ളൂ പ്രതിഷ്ഠിച്ചത് എന്ന് പറയുവാനിടയായി തീർന്നു. എന്റെ ആഗ്രഹമായിരുന്നു ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കണം എന്നുള്ളത്. എന്നാൽ അന്ന് എന്റേതായ സ്തോത്രം അറിവ് വെച്ച് ഞാൻ പറയുവാൻ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തയ്യാറാണ്, എന്നാൽ ഒരു ജോലിയോടുകൂടെ മാത്രമേ ഞാൻ അത് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുള്ളൂ എന്ന് പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതുകൊണ്ട് അത് തന്റെ ജീവിതത്തിൽ അതും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. അല്പമായി ദൈവസന്നിധിയിൽ ദൈവത്തിൽ പ്രവർത്തിക്കാനുള്ള മുഖാന്തരങ്ങളെ കർത്താവ് എനിക്ക് ഒരുക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. അതിലും തന്നെ സന്ദർഭങ്ങളിൽ സന്തോഷിക്കുന്നത് ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാ വിധത്തിലും കർത്താവ് എന്ന കാലത്ത് എനിക്ക് ആശ്വദിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സ്തോത്രം അമ്മയോട് യാത്രയായി കഴിഞ്ഞൊരു സ്തോത്രം. നമ്മൾ യാത്ര അയക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഒരു സ്തോത്രം. അമ്മയോട് യാത്രയായി പോയി കഴിഞ്ഞു. തന്റെ ദേശത്ത് തന്റെ കർത്താവിനോടൊത്ത് ദൈവത്തിന് സ്തോത്രം ഇപ്പോൾ വിശ്രമിക്കുകയാണ്. ഒരു സ്തോത്രം.
തലമുറകൾ നിൽക്കുന്നതിനാണ് അഭിമാനം. ആ വിധത്തിൽ മാതാവിനെ അഭിമാനം കൊണ്ടുപോകാൻ മരിച്ച വാർത്താഭാവവും ഞാൻ ഹൃദാചരിക്കുന്നു അറിയിച്ചു പറഞ്ഞു. അത് ചെയ്യുവാൻ സാധിച്ചു. പിന്നെ ദൈവത്തെ സ്തുതിക്കട്ടെ. എന്നെ കാണാൻ പ്രതീക്ഷിച്ചു നടന്നില്ല. ഞാൻ പ്രധാനമുണ്ടായിരുന്നു, വരാൻ സാധ്യത എങ്കിലും വന്ന് സമ്മതിപ്പാൻ ദൈവം സഹായിച്ചതോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. സന്തോഷഭവനത്തിൽ പോകുന്നതിനേക്കാൾ ദുഃഖഭവനത്തിൽ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെയും വിലയിരുത്തുവാനുള്ള ഏറിയ സന്ദർഭമാണ് ഇത് എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ വീടുകളിലാണല്ലോ പെട്ടിയൊക്കെ പണിയുന്നത്. ഇപ്പോൾ ആണല്ലോ റെഡിമെയ്ഡ് വന്നിരിക്കുന്നത്. ആശാരെ വിളിച്ചിരുത്തി മാമ്പലകളൊക്കെ ഒന്ന് വെട്ടിയൊക്കെ പണിത് കടലാസെല്ലാം ഒട്ടിച്ച് അതിനകത്തെല്ലാം വാക്യം എഴുതും. സാധാരണ എഴുതുന്ന വാക്യമുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ബസ്സിനോട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ന് ഞാൻ നാളെ. എന്നിട്ട് ഈ ആംബുലൻസിലല്ല കൊണ്ടുപോകുന്നത്, എടുത്തുകൊണ്ടാണ് പോകുന്നത്. അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ വഴി നടക്കുന്നവർക്ക് എല്ലാം അത് വായിക്കാൻ കഴിയും, ഇന്ന് ഞാൻ നാളെ. ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ജീവനോടിരിക്കുന്ന ഞാനും നിങ്ങളും ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ അവസരം കിട്ടുന്നത്. ഇല്ലെങ്കിൽ ചിന്തിക്കാൻ അവസരം എടുക്കണം. ഇത്രയല്ല, എടുക്കണം. കാരണം ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ പ്രസംഗിക്കുന്നത് ഞാനിവിടെ കണ്ടില്ലെന്ന് വരും, ഇവിടെ ഇരിക്കുന്ന പലരും കൂടെ കണ്ടില്ലെന്ന് വരും. അവർക്കറിയാം അവരോട് ദിവസം പോകേണ്ടത് കാണുന്ന വ്യക്തികളുടെ സാഹചര്യത്തിൽ വരുമ്പോൾ ജീവിതത്തിൽ ഒന്നുകൂടെ വിലയിരുത്തിക്കൊണ്ട് ഒന്നുകൂടെ നോക്കിക്കൊണ്ടുള്ള സന്ദർഭങ്ങളാണ് നമ്മൾ ഓർത്തും ഞാൻ മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആവർത്തന പുസ്തകം 34 അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമാണ് യഹോവയുടെ വചനപ്രകാരം മോശ മരിച്ചു എന്ന്. തന്റെ ജനത്തിലും ധീരതയിൽ എറിഞ്ഞു പലരുടേതായിരുന്നുവെങ്കിലും ജീവനോടെ ദൈവം സൂക്ഷിച്ച് തന്നെ കൊണ്ട് ചെയ്യുന്ന ദൗത്യം എല്ലാം നിറവേറ്റി കഴിഞ്ഞു. ദൈവത്തിന്റെ സമയമായപ്പോൾ വചനപ്രകാരം മോശ മരിച്ചു എന്ന് വായിക്കും. പ്രിയ സണി പാസ്റ്റർ ഇവിടെ വന്നതിന് ശേഷം മകൾ മുമ്പോട്ട് വന്നു, അമ്മ വന്നു, പിതാവ് വന്നു, മക്കൾ എല്ലാവരും വന്നു. വിശ്വാസത്തിൽ ഇവരെല്ലാവരും ദൈവത്തിന്റെ വചനം അനുസരിച്ച് സ്നാനപ്പെട്ടു, ദൈവകൃപ പ്രാപിച്ചു. വിശ്വസ്തരായ കർത്താവിന് സാക്ഷ്യങ്ങൾ നിൽക്കുന്നു. ഈ മാതാവും വചനമനുസരിച്ച് വചനപ്രകാരം മരിച്ചുവെന്ന് പ്രാഗൽഭ്യത്തോടെ ഞങ്ങൾക്ക് പറയാം. അത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. ദൈവവചനം അനുസരിച്ച് സ്നാനപ്പെടണം. ഈ മാതാവ് ജീവിച്ചതുപോലെ ജീവിക്കുവാനായിട്ട് നിങ്ങൾ ജീവിതം സമർപ്പിക്കണം. ഈ മാതാവ് ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾ, എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസാക്ഷി വഞ്ചിക്കാതെ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ. എൻ്റെ ഒരു കസിൻ മരിച്ചു കിടക്കുമ്പോൾ ഒരാളൊന്നൊരു പ്രാർത്ഥന, ആളുടെ പേരെനിക്ക് ഓർമ്മയില്ല, എന്നെ സഭയെന്ന് ഞാൻ പറയുന്നത് എന്റെ കസിനാണ്. ഈ സാൻകുട്ടി ജീവിച്ചതുപോലെ ജീവിക്കാൻ എല്ലാവർക്കും കൃപ കൊടുക്കുകയാണ്. ഞങ്ങളെല്ലാം തലവിടും മദ്യപിച്ചോടെ കിടന്ന് മരിച്ചതാണ്. അതുപോലെ ജീവിക്കാൻ കൃപ കൊടുക്കണമെന്നാണ് ആ വ്യക്തി പ്രാർത്ഥിച്ചത്. ഈ മനുഷ്യന്റെ മനസാക്ഷി ഇവിടെ നിന്ന് ശരിക്കറിഞ്ഞിട്ടില്ല. എല്ലാ പ്രാർത്ഥനയും എനിക്ക് വന്നിരിക്കുന്നു. ഞങ്ങളെല്ലാം തല വിളിച്ചത് എന്ത് ചെയ്യാൻ? കാരണം അവർക്കത് ചെയ്തേ ഒക്കൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്യാൻ നോക്കിയാണ്. ഉറപ്പില്ലാത്തൊരു കാര്യം തറപ്പിച്ച് പറയാറില്ല. ഉറപ്പില്ലാത്ത സ്ഥലത്ത് അടക്കത്തിൽ ഞാൻ പോകാറുമില്ല. അതുകൊണ്ടല്ല ദിവസം കയറി ഇറങ്ങി പോയി വന്നു. കാരണം നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ അകത്ത് ഒരു പ്രാഗൽഭ്യമുണ്ടാകും. സ്വർഗത്തിൽ കൊണ്ടൊരു മാർഗമല്ലല്ലോ ഇത് ഭൗതിക ശരീരം നമ്മൾ സംസ്കരിക്കുന്നു. എന്നാൽ സ്വർഗത്തിൽ ആത്മാവ് എത്തേണ്ടതിൽ എത്തിക്കഴിഞ്ഞു. അത് നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും. അതാണ് ഈ മണ്ണ് അല്പ നിമിഷം കഴിയുമ്പോൾ അവരെ കൊന്തിയെന്ന് മണ്ണിൽ വന്നു ഒഴുകി പൊഴിയത് ചാരത്തിന്റെ ചാരമായി പൂവിലിട്ട് ചേർത്തിട്ട് ഞങ്ങൾ പോകും. എന്നാൽ ആത്മാവ് എവിടെ പോയെന്നറിയാമോ? ദൈവത്തിൽ പോയി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നത് വചനപ്രകാരം ഈ മാതാവ് മരിച്ചത്.
അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്തിൽ മരിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. വിശ്വാസ സേവനത്തിനോട് ഇറങ്ങി തിരിച്ച് അവിശ്വാസികളായി പിന്മാറ്റക്കാരായി ദൈവമില്ലാത്തവരായി പോയി എത്രയോ പ്രിയപ്പെട്ടവരുടെ സാക്ഷികൾ നമ്മൾ കാണുന്നവരാണല്ലോ. എന്നാൽ ഈ പ്രിയമാതാവിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞ സത്യത്തിൽ അവസാനം വരെ നിൽക്കുവാൻ ദൈവം നമ്മൾ കൃപ കൊടുത്തു. അത് മാത്രമല്ല, തലമുറകളെയും ആ നിലയിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് പ്രിയമാകെ എഴുതിയിട്ട് പ്രാഗൽഭ്യത്തോട് ആ സാക്ഷ്യം പറയാനിടയായി തീർന്നത്. ശ്രദ്ധിക്കുന്ന സ്നേഹിതരെ, ഞാൻ ഉൾപ്പെടെ പറയട്ടെ, ലോകം നമ്മെ കുറിച്ച് പറയുമോ ഈ വ്യക്തി വിശ്വാസത്തിൽ മരിച്ചു. അറിഞ്ഞ സത്യത്തിന് വേണ്ടി, അനുസരിച്ച സത്യത്തിന് വേണ്ടി, പ്രാപിച്ച സത്യത്തിന് വേണ്ടി അവസാന നിമിഷം വരെയും എന്ത് വന്നാലും സഹിച്ചു നിൽക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന അറിയിക്കുന്നത്. ഒത്തിരി ബാക്ക്ഗ്രൗണ്ടൊന്നും കുടുംബത്തെ കുറിച്ച് എനിക്ക് അറിയില്ല. കല്യാണം നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓർക്കുന്നില്ല. ഞാൻ ഇച്ചിരി പ്രായക്കുറവാണ്, അതുകൊണ്ട് എൻ്റെ ഓർമ്മ ഇച്ചിരി കുറവാണ്. ഞങ്ങൾക്ക് 2 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഓർമ്മ അല്പം കുറവുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ചോദിക്കാതെ ചിലതൊക്കെ സാന്തോളയിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അന്വേഷിച്ചതാണ്, ഓർമ്മ കുറവുണ്ട്. എങ്കിലും ആ വിശ്വാസത്തിൽ തന്നെ തലമുറയെ വളർത്തിക്കൊണ്ടുവന്ന ആ വിശ്വാസത്തിൽ എത്തിച്ചുകൊണ്ടാണല്ലോ വിശ്വാസത്തിൽ മരിച്ചെന്ന് പറയാൻ കഴിയും. 10 ദിവസം ജീവിച്ചേച്ച 15 ദിവസം ദൈവമില്ലാത്തവരായി പോയി കഴിഞ്ഞാൽ വിശ്വാസത്തിൽ മരിച്ചെന്ന് പറയാനൊക്കെ ഒക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരിറങ്ങി തിരിച്ച കാലത്തെ ഞെരുക്കങ്ങളും ഫലങ്ങളും അവർക്കറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം തിരിച്ച കാലം എങ്ങനെയാണെന്ന്. എന്നാൽ അന്ന് ഇതൊന്നും നോക്കിയല്ല ഈ പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. ഒരു മനുഷ്യന്റെ പുറകെ പോയതല്ല, ഒരു സംഘടനയുടെ പുറകെ പോയതല്ല, ഒന്നിന്റെ പുറകെ പോയതല്ല. പിന്നെയോ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിന്റെ കാഴ്ചയുടെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ വിശ്വാസം എടുത്തു ചാടിയതാണ്. ആ എടുത്തു ചാടിയെങ്കിൽ വിശ്വസ്തനായ ദൈവം തമ്പുരാൻ ഒരിക്കലും രസിപ്പിക്കുന്നില്ലെന്ന് ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ. വളരെ ധൈര്യത്തോടെ വിളിച്ചു പറയട്ടെ. ഈ വിശ്വസ്തയോടുകൂടെ, നിർമ്മലതയോടുകൂടെ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ ഒരുപക്ഷെ നിന്റെ കുഞ്ഞിന്റെ കണ്ണുനീര് കണ്ടു കാണും. വിഷമിട്ട് ഭാരപ്പെടുന്നോ മാറ്റിത്തരുന്നോ ദൈവം സ്വർഗത്തിലുണ്ട് ഞങ്ങളുടെ സാക്ഷ്യം. അതിന് പേടിച്ചൊന്നിരിക്കേണ്ട കാര്യം എടുത്ത് ചാടിക്ക് ഒരു കുഴപ്പമില്ല. യേശുവിന്റെ പുറകെ പോയച്ചാൽ ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഇതൊക്കെ അനുഭവിച്ചതല്ല ഞാനിത്. 58 നവംബർ മാസം 2-ാം തീയതി 4:30 മണിക്ക് വെളുപ്പിനെ പടികവിട്ടി ഇറങ്ങിയതാ വിശ്വാസത്തിന് വേണ്ടി. പ്രിയപ്പെട്ട എന്റെ ദൈവം ഇന്നലെ രക്ഷിപ്പിച്ചിട്ടില്ല. അപ്പനില്ല സഹോദരന്മാരിലെ സഹോദരന്മാരിൽ നിന്ന് പറഞ്ഞ് എഴുതിയായിട്ടുണ്ടാവെങ്കിൽ അമ്മ എന്നെ ഭാരപ്പെടുത്തിയിട്ടില്ല. ഈ രാപ്പരവും നീ ഉപേക്ഷിച്ചാലും ചേർത്തോ മക്കളെ ദൈവവചനം വിശ്വസിക്കുക, വചനം അനുസരിക്കുക, വചനത്തോട് നിൽക്കുക. ആ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംസ്കാരം നമുക്ക് ലഭിക്കാനുള്ള ഐതിഹ്യം കുഞ്ഞുങ്ങളെ എഴുന്നേറ്റ് പറയുക, എന്റെ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ അമ്മ ചെയ്തിട്ടുണ്ട് പറഞ്ഞ് ഒരു സാക്ഷ്യം കേൾക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അമ്മ ഇത് കേൾക്കുന്നില്ലെങ്കിലും ഇതെന്തിനാ പറയിപ്പിക്കുന്നത് ചോദിച്ചാൽ ജീവനോടിരിക്കുന്ന എനിക്കും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തിൽ മരിക്കണം. 4 ദിവസം ജീവിച്ചാൽ മതി, അല്ലെ 5 അല്ലെങ്കിൽ 10, അത് മതി. ആ ദീർഘനാളുകൾ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജീവിതത്തിന്റെ ധൈര്യത്തിന്റെ വിഷയം ഡൊണേഷൻ യുവർ ഗിവിംഗ് ടു ദ സൊസൈറ്റി, സമൂഹത്തിന് എന്ത് നന്മ ചെയ്തു അതാണ് ലോകം കൊടുക്കുന്നത്. 100 വയസ്സായെന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ആദ്യം 100 വയസ്സായാലും 100 വയസ്സാണ് വചനം പറയുന്നത്. 100 വയസ്സല്ല വിഷയം, 1 വയസ്സ് മതി, 1 വർഷം മതി, 1 ദിവസം മതി. സത്യത്തിനോട് ഇറങ്ങിയെങ്കിൽ സത്യത്തിനോട് നിൽക്കുക. ദൈവം നമ്പരാൻ മാനിക്കുന്ന ദൈവമാണ് ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രമിക്കട്ടെ. കർത്താവിൽ മരിക്കുന്നവർ തന്നെ ഭാഗ്യവാന്മാർ വിളിച്ചിരിക്കുന്നു. പ്രിയമാതാക്കളുടെ തിങ്കളാഴ്ച രാവിലെ കർത്താവിൽ മരിച്ചു. ആത്മാവ് ദൈവത്തിൽ സന്തോഷിക്കുന്നു. ഭൗതിക ശരീരം സംസ്കരിക്കാനായിട്ട് നമ്മൾ കൊണ്ടുപോകും. അവിടെ കൊണ്ടുവരുന്ന ധൈര്യത്തോടെ, പ്രായത്തോടെ, സന്തോഷത്തോടുകൂടെ മണിവണ്ണം പൂഴിക്ക് ഒഴിവായി ചേർക്കുമ്പോൾ ധൈര്യത്തോട് വിളിച്ചു പറയാൻ കഴിയും, ആഹ്ലം ധരിക്കും. സമയം അറിയത്തില്ല, സമയം അറിയത്തില്ല, ആഹ്ലം ധരിക്കും. ക്രിസ്തു മരിച്ചൊരു മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് ഞങ്ങൾ സംസ്കരിച്ചിട്ട് അവിടുന്ന് തിരിച്ച് നേരെ ഞാൻ മണക്കാലായിട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് പലരും വിവിധങ്ങളിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ വീടുകളിൽ എത്തുന്നതിന് മുമ്പ് ആഹ്ലം ധരിച്ച ഒന്നാമത് മാതാവ് ഉൾപ്പെടെ ജീവനോട് ശേഷിക്കുന്ന ഞങ്ങളും രൂപാന്തരീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ
മധ്യപ്രവാസത്തിൽ കർത്താവ് എടുക്കപ്പെടും. ആ പ്രത്യാശകൾ നിറയപ്പെട്ട് ദിവസം ജീവിക്കുന്നവരായി ഞങ്ങൾ ദിവസം ജീവിക്കുന്നവർ. കാരണം സമയം എനിക്കറിയില്ല, സമയം നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടില്ല. പ്രതീക്ഷിക്കുന്ന സമയം തന്നത് വരുന്നത് ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ പോയാൽ മതിയാവും. ഉറപ്പ് വരുത്താതെ ഇന്ന് ആരെങ്കിലും ഇവിടെ നിൽക്കുന്നെങ്കിൽ ഇവിടെ നിലവിൽ പോകരുത്. അമ്മയുടെ ശവസാംശോടെ ബന്ധത്തിൽ ഈ മാതാവിനെ ഇനി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. യേശുവിനെ കുറിച്ച് സ്വീകരിക്കുക, ദൈവത്തിനനുസരിക്കുക, കർത്താവിനോട് സാക്ഷിയായി ജീവിക്കാൻ നിങ്ങളെ സമർപ്പിക്കുക. ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് കാണാം. ആ പ്രത്യാശയോടെ ഞങ്ങൾ ഇവിടെ പറയട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവികൾ പ്രിയപ്പെട്ട സർവശക്തനായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. സ്വന്തമായും സെമിനാറുടെ ബന്ധത്തിലും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ജീവന ശേഷിയുടെ വീട്ടിൽ പറയട്ടെ, ആളുകളിൽ മനുഷ്യമായി ജീവിക്കാൻ ഞങ്ങളെ സമർപ്പിക്കുക. ആഹ്വാനം നൽകിക്കൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എഴുന്നേറ്റ് നിന്ന് ചില ഭാഗങ്ങൾ വായിച്ച് ഇവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. 1 Corinthians 15 വാക്യങ്ങൾ വായിക്കാം. 1 Corinthians 15 50 മുതൽ. സഹോദരന്മാരെ, മാംസയുക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല, ദൈവത്തിന് അഭിവൃദ്ധി അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മങ്ങളോട് പറയാം, നാം എല്ലാവരും നിലകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാളത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിവയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മനുഷ്യരക്ഷരായൊക്കെയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദേവത്വമുള്ള അതിർത്തത്തെയും ഈ മധ്യമായ മതത്തെയും ധരിക്കണം. ഈ ദേവത്വമുള്ള അതിർത്തത്തെയും ഈ മധ്യമായ മതത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന നേരിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേന്ദ്രി ജയിലെവിടെ? ഹേ മരണമേന്ദ്രി വിഷമുള്ളവിടെ? മരണത്തിന് വിഷമുള്ള പാപം, പാപത്തിന് ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുടുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. 2 Corinthians 5 മുതൽ 10 വരെ. കൂടാരമായ ഞങ്ങളുടെ ഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ല നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരം ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നല്ലതായിട്ടല്ല ഒളിപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വകീയമായ ഞങ്ങളുടെ പാർപ്പിടത്തിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരുപാടല്ല മത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങളിൽ കൂടാതിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരങ്ങുന്നു. അതിനാൽ ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്തിലെ ഞങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നതാകുവാൻ അഭിമാനിക്കുന്നു. അവനെ മനസ്സിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശ്വാസങ്ങളുടെയും ഉറവമായ ഈ തലമുറയായ ഞങ്ങളുടെ സങ്കേതമാകുന്നതിനും ജ്ഞാനാധികാരിയും ശാശ്വതമായി ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾക്ക് കൽപ്പിച്ച അതിൻ്റെ വചനം ഓർത്തത്തിൽ നാമത്തിൽ നൽകി കൊടുത്തു. തലമുറകൾ വരുന്നുണ്ട്, അവർ വഴിമാറുന്നുണ്ടെങ്കിലും മാറാത്തവരായ ഒരു കർത്താവ് എന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ ഓർത്ത് ഇത് നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയമായ ഈ വർഷക്കാലം ജീവിക്കുവാനും തലമുറയെ കാണുവാനും കുഞ്ഞുമക്കളെ കാണുവാനും സന്തോഷിക്കുവാനും ഒക്കെ കൃപ നൽകിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം. നിന്റെ സമയമായപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ നിന്റെ മകളെ നിന്റെ സ്ഥലത്ത് ചേർത്തത് ഓർത്ത് ഞങ്ങൾ നിന്നെ വേദനയില്ലാത്ത, നഷ്ടമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത എത്തിച്ചേരുവാൻ തിരുവനെ സഹായിച്ചല്ലോ ഓർത്ത് തിരുനാമത്തിൽ സ്തോത്രം. അതുപോലെ ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും നിങ്ങളെ ഏൽപ്പിക്കും. വിശ്വസ്തനായ ദൈവമേ, നീ അവർക്ക് ആശ്വാസം പകരണം. ഞങ്ങൾക്ക് ഒരിക്കലും വാക്കുകളുള്ള ആശ്വാസപ്പെടുത്തുവാൻ കഴിയില്ല. സർവശക്തനായ കർത്താവ് ആശ്വസിപ്പിക്കുമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ സെമിത്തേരിലേക്ക് കടന്നു പോകുന്നു. ദൈവസ്ഥാനത്തെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. അവിടെ നിന്റെ സാന്നിധ്യമുണ്ട്. ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ബന്ധത്തിൽ വരുന്നവരായി സംബന്ധിക്കുന്നവരായി എല്ലാവരെയും നിങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രത്യാശയില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അവർ നിന്നെ നീ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്ത് ഞങ്ങളുടെ താല്പര്യം ഒന്നാണല്ലോ കർത്താവ്. അവർ യേശുവിനെ കണ്ടുമുട്ടി മാതാവ് ജീവിതത്തോടെ ഞങ്ങളോട് പറഞ്ഞു, ലോകത്തിൽ വരുവാനോ ഇതുപോലെ പാടില്ലാത്ത സമാധാനം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ദൈവസമാധാനങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകി നീ സഹായിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഈ ലോക ജീവിതത്തിൽ മാതാവ് ജീവിച്ചതുപോലെ ജീവിച്ച് എല്ലാവരും മുൻപോട്ട് പോകുന്ന കൃപ അവർക്ക് നന്ദി സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവുമായ ശംശയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹോപസിദ്ധമായ കൂട്ടായ്മയും ഞങ്ങളോടൊപ്പം ശുശ്രൂഷയുള്ള കൂട്ടത്തിലായി കമ്പിക്കപ്പെട്ടതുപോലെയും ഇപ്പോൾ ഉണ്ടായിരിക്കുമാറാകുന്നു. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല
തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ
തനിയെ പോകുന്നു. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി അടുത്തു വരികയാണ്. എല്ലാ കാലത്തും കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് അവകാശം നൽകിയതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദുഃഖത്തിലും സന്തോഷത്തിലും ഞങ്ങളുടെ ജീവിത കാലഘട്ടങ്ങളിൽ ഏത് നന്മകളും തിന്മകളും വന്നാൽ ആ സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഒരു അവകാശം നൽകിയല്ലോ കർത്താവേ. ആകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. പ്രിയ മാതാവിന്റെ വേർപാടില് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ വന്ന് നിന്റെ വചനം ഘോഷിപ്പാനും നിന്റെ വചനത്തിന്റെ കീഴിലായി മനുഷ്യരൊക്കെയും വരുന്നില്ലായി നടക്കുന്ന നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്ന നിശ്ചയം, അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവെ, ഞാൻ ഇതിനായി കാത്തിരിക്കുന്നു, എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം ഈ നല്ല സമയത്തിനായിട്ട് എന്റെ ദൈവത്തെ സ്തുതിക്കും. നമ്മൾ ഈ ഭൗതിക ശരീരം മണ്ണിൽ അടക്കം ചെയ്യുവാനായിട്ട് തുനിയുന്ന ഒരു പ്രത്യേക സമയമാണ്. ഈ പ്രിയ മാതാവിന്റെ അനുബന്ധിച്ചുള്ള ഭൗതിക ശരീരത്തിന്റെ അവസാന ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധമുണ്ടോ? ഇന്ന് മരിച്ചു പോയാൽ സ്വർഗത്തിൽ ചെല്ലുമെന്ന് ഉറപ്പുണ്ടോ? ഇന്നേക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് 10 വയസ്സ് പ്രായമായ എന്റെ മൂത്ത മകൾ ഈ ലോകം വിട്ട് യാത്രയാകുന്ന മാരകമായ രോഗത്തിൽ പിടിക്കപ്പെട്ടു. അവൾ ആ മരണത്തോട് അടുത്ത സമയം എന്നെ വിടുവാനായിട്ട് അവൾ ആവശ്യപ്പെട്ടു. അവിടെ കാലിൽ കിടന്ന പുതപ്പൊക്കെ ഞാൻ ശരിയാക്കിയിട്ടിട്ട് പറഞ്ഞു, ഞാൻ പിടിച്ചിട്ടില്ല, ഒരുപക്ഷെ പുതപ്പ് കുരുങ്ങിയതാകും. അവൾ പറഞ്ഞു, അച്ഛൻ എന്നെ വിട്. എന്നിട്ട് അവൾ പാടി, എനിക്ക് എന്റെ യേശുവിനെ കണ്ടാ മതി, യത്തിലെ മായാസുഖം വിട്ടാ മതി. ആവർത്തിച്ച് പാടുവാൻ തുടങ്ങി. ഇവിടെ നിൽക്കുന്ന പല പ്രിയപ്പെട്ടവരും അത് കണ്ടവരും കേട്ടവരുമാണ്. സ്വർഗം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യേശുവുള്ളവർക്ക് മരണത്തിനങ്ങേപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. അത് നല്ല നേത്രങ്ങൾ കൊണ്ട് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ശബ്ദമുയർത്തി നിങ്ങളോട് ഈ സമയം ഇത് ആവശ്യപ്പെടുന്നത്. യേശുവിന് വേണ്ടി സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച കാൽവരി ക്രൂശിൽ മാനവരുടെ യാതിയുടെ പാപത്തിന് വേണ്ടി മറ്റു വഴികളൊന്നും ഉണ്ടാകാതിരിക്കെ യാഗങ്ങളും നേർച്ചകളും കർമ്മങ്ങളും
വനരോധനങ്ങളുമായി മാറ്റപ്പെട്ടപ്പോൾ ദൈവമായിരുന്നവൻ മനുഷ്യനായി ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ചു. ആ യേശു ഇന്ന് പകലിലൂടെ വന്നിട്ടുണ്ട്. ഈ അടക്കം ഇവിടെ ദർശിക്കുന്നുണ്ട്. പേർ വിളിക്കുമ്പോൾ അനവധി വിശുദ്ധന്മാരോടൊപ്പം ഇവിടെ കാണുമെന്നുള്ള പ്രത്യാശ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. നീ ദാനിയേലേ പൊക്കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരിവരായി എഴുന്നേറ്റ് വരുമെന്ന് ദൈവവചനത്തിൽ വായിക്കുന്ന പോലെ ഞങ്ങൾ ഈ പ്രിയ മാതാവിനെ സന്തോഷത്തോടെ അടക്കം ചെയ്യുന്നു. ആ സുപ്രഭാതത്തിൽ പൊൻപുലരിയിൽ കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ശുശ്രൂഷയിൽ പങ്കാളികളാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാണുന്നവരായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒന്നാം ലേഖനം 4-ാം അധ്യായത്തിന് 13-ാം വാക്യം മുതൽ, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുകയും അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷയുടെ ജീവനോട് ശേഷിക്കുന്നതായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിന് എതിർപ്പാൽ മേഘങ്ങളെ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുന്നു. പൊടി കൊണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് ചേരുമെന്നും ആത്മാവ് നൽകി ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുമെന്നും എഴുതിയ വചനപ്രകാരം തിങ്കളാഴ്ച രാവിലെ പ്രിയമാതാവിന്റെ ആത്മാവിനെ ദൈവത്തിൽ ചേർക്കുവാൻ തിരുമനസ്സായതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ. മണ്ണിലെത്തായ ഭൗതികമായ ശരീരം കർത്താവ് പ്രധാന ഒരു ശബ്ദത്തോടും ദൈവത്തിന്റെ ഭാവത്തോടും ഇറങ്ങി വരുമ്പോൾ രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടി ഉയർത്തി വിശ്വാസത്തോടുകൂടെ മണ്ണിന് വണ്ണം കോഴിക്ക് കോഴിയുമായി ഞങ്ങൾ ചേർത്ത് അടച്ച് പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്ന് വിശ്വസിക്കും മരിച്ചാലും ജീവിക്കും, ജീവിച്ചെന്ന് വിശ്വസിച്ചാലും മരണം കാണുകയില്ല എന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ അരുമനാഥനായ യേശുവേ, കഴിഞ്ഞ 77 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവസഭയ്ക്ക് അനുഗ്രഹമായി ദേശത്ത് മധ്യസ്ഥ ചെയ്ത് മക്കളെ കണ്ട് അവിടെ നന്മ അനുഭവിച്ച വളരെ പ്രത്യാശയോടെ കഴിഞ്ഞ തിങ്കളാഴ്ച കർത്താവിലേക്ക് ഏർക്കപ്പെട്ട ഞങ്ങളുടെ ഈ മാതാവിന്റെ ധന്യജീവിതത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം പ്രത്യാശയോടെ ഞങ്ങളുടെ അമ്മച്ചിക്ക് ഒരു സംസ്കാര ശിക്ഷ നടത്തുവാൻ സഹായിച്ചതിനാൽ അനേക ദൈവദാസന്മാരുടെ മധ്യത്തില് കർത്താവിന്റെ ദൈവേന്ദ്ര മധ്യത്തില് ഇടയാക്കിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് അന്ന വലിയ പ്രത്യാശയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗം നിറങ്ങിവരെയും ക്രിസ്തുവിൽ മറ്റ് വിശുദ്ധമാർക്കുകയും ജീവനെങ്കിൽ വിശുദ്ധന്മാർ രൂപാന്തരമാക്കിയ സമയത്ത് അമ്മച്ചിയുടെ ഉണ്ടെന്നുള്ള ആ വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് ശുശ്രൂഷിപ്പാകേണ്ട ആശ്രയം ബലപ്പെടുത്തിനാൽ നല്ല ജനത്തിനായിട്ട് ഹൃദയമായി ദുഃഖത്തെ കുടുംബാംഗങ്ങളെ വിട്ട് ആശ്വസിപ്പിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഞങ്ങളോട് വിശേഷ ദുഃഖത്തിലായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരോട് ദയവായിട്ട് എല്ലാവർക്കും പോകാം. ഒരു പ്രാവശ്യങ്ങൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദാസന്മാരോടും ടി ജി കൃഷി അവരോടും പാസ്റ്റേഴ്സിനോടും ഇവിടെ കണ്ടുവന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു.